നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ വാശിയോട് ചിന്തിക്കേണ്ട സമയമല്ല, സമാധാനമായിട്ട് ആലോചിക്കണം. സമാധാനമായിട്ട് എന്താലോചിക്കാനാ? ആലോചിക്കാനുണ്ട് ബാലമാമേ. സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ ഭർത്താവ് മാത്രമല്ല, ബാലമാമന്റെ നിരപരാധിയായ മോനും കൂടിയാ. ശ്രേയയുടെ ചതിയിൽ പെട്ടിരിക്കുക അക്കുച്ചേട്ടൻ. എങ്ങനെയെങ്കിലും അക്കുച്ചേട്ടനെ രക്ഷിക്കണം. ശ്രേയ പറഞ്ഞതിനപ്പുറം ചെയ്യുന്നവളാ. എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന അക്കുച്ചേട്ടനാ. ശ്രേയ പറഞ്ഞതോർത്തിട്ട് എനിക്ക് പേടിയാവുന്നു. എന്റെ കഴുത്തിൽ അരവിന്ദന്റെ താലി വീണാൽ മാത്രമേ നിന്റെ കഴുത്തിലെ താലിക്ക് ആയുസുണ്ടാവും. എടാ മക്കളെ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? നിന്നെ ഇവിടെ എല്ലാം നോക്കി നടക്കായിരുന്നു ഞാൻ. കല്യാണത്തിന് ആരുടെ ഗാനമേള വെക്കണമെന്ന് ആലോചിക്കായിരുന്നു. ആ അത് നമുക്ക് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ, നിന്റെ വുഡ്ബിയാ വിളിക്കുന്നത്. നിന്റെ ശ്രേയക്കുട്ടി. ആ ശ്രേയമോളെ. ആന്റി, നാളെ തന്നെ കല്യാണ സാരി എടുക്കാൻ പോണം. അതിനുള്ള തയ്യാറെടുപ്പുകള് നടത്തിക്കും. അല്ല അതെ മോളെ, നമ്മള് തയ്യാറെടുത്തിട്ട് എന്താ കാര്യം? ഇവിടെ ഉള്ളവരും കൂടെ വരണ്ടേ? വരും. വേറെ ആര് വന്നില്ലെങ്കിലും ചാരു വരും. അല്ല, തുണിക്കച്ചവടക്കാരി വരാന്ന് മോളോട് പറഞ്ഞോ? അവള് വരാന്ന് പറഞ്ഞില്ല, പക്ഷേ വരും. ഉറപ്പായും വരും. മോൾ എന്ത് വിശ്വാസത്തിലായി പറയുന്നേ? അവളുടെ സ്വഭാവവും നമ്മളോടുള്ള വാശിയും ശ്രേയയ്ക്ക് അറിയാവുന്നതല്ലേ. അവള് മാറില്ല. മാറാത്തത് ഞാൻ മാറ്റിയെടുക്കും. ഇനി അവൾക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല ആന്റി. ചാരുവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഞാനാ. അവളുടെ റിമോട്ട് ഇപ്പൊ എന്റെ കയ്യിൽ. അവളൊന്ന് ലെഫ്റ്റ് റൈറ്റ് തിരിയണമെങ്കിൽ പോലും എന്റെ കയ്യിലെ റിമോട്ടിലെ സ്വിച്ച് അമരണം. മോള് വിചാരിച്ചാ നടക്കാത്തൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. തുണിക്കച്ചവടക്കാരി മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരുടെ കാര്യം തീരുമാനിക്കുന്നത് മോളായിരിക്കണം. അതങ്ങനെ വരൂ ആന്റി. ചാരു നാളെ കല്യാണപ്പുടവ എടുക്കാൻ വരും. അവള് സെലക്ട് ചെയ്യുന്ന സാരി ഉടുത്തായിരിക്കും കല്യാണത്തിന് ഞാൻ മണ്ഡപത്തിലിരിക്കുന്നത്. ചാരു തന്നെ വന്ന് എല്ലാവരോടും പറയും കല്യാണപ്പുടവ എടുക്കാൻ പോകാമെന്ന്. അപ്പ ആന്റിക്ക് മനസ്സിലാവും ഈ ശ്രേയ ആരാണെന്ന്. മോളെ കുറിച്ച് എനിക്കും അരവിന്ദന് നന്നായിട്ട് അറിയാം. എന്തും ചെയ്യാനുള്ള അധികാരം അവകാശം മോക്ക് വിട്ടു തന്നിരിക്കല്ലേ. ശ്രേയക്ക് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ ആന്റി, ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, ആടി പോളി കിടുക്കി. അതേടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അടിമുടി മാറും. നോക്കിക്കോ. ആ സ്വപ്നങ്ങൾ കണ്ടോണ്ടാ ഞാനിപ്പോ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം. പിന്നമ്മേ, ഒരു കാര്യം. എന്താടാ? ശ്രേയയോട് സംസാരിക്കുമ്പോ എന്റെ മോൻ എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ അരവിന്ദ് മിടുക്കനാണ്, അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റി പുകഴ്ത്തണം. അങ്ങനെ അവളുടെ മനസ്സിൽ എന്റെ പേര് ആഴത്തിൽ പതിയണം. പിന്നെ അവളെ എങ്ങോട്ട് തിരിഞ്ഞാലും എന്നെ മാത്രമേ കാണാവൂ. നീ ധൃതി പിടിക്കാതെ. നമ്മൾ എടുത്തു ചാടി ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അവിടെ ചിലപ്പോ നിന്നെ വേണ്ട, ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു പോയാലോ. ശ്രേയയുടെ കാര്യത്തിൽ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യം പറയാനും തീരുമാനം എടുക്കാനും. കാരണം എന്താന്ന് അറിയോ നിനക്ക്? ഇല്ല. നമ്മളെക്കാൾ തറവേലകൾ പഠിച്ചിട്ടുള്ളവളാ ശ്രേയ. അതുകൊണ്ടേ എന്റെ മോൻ ക്ഷമയോടെ കാത്തിരിക്കണം. ശ്രേയ എന്റെ മോനുള്ളത് തന്നെയാ. അമ്മ പറഞ്ഞത് ശരിയാ. കാത്തിരിക്കാം. കാത്തിരിപ്പിനൊരു സുഖമുണ്ടല്ലോ.
ഹലോ അജയൻ സർ, ഞാനാ ചാരു. സാറിന്റെ മകൾ പ്രിയ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആ